Good morning. Morning. Okay. Good morning to all. Okay, നമ്മുടെ chapter transfer of patients ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. Transfer of patients. 12th chapter. ഇതിൽ pre-transfer stabilization and preparation ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ airway പറഞ്ഞു, breathing പറഞ്ഞു. Next നോക്കേണ്ടത് okay, good morning. Circulation. പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ചെക്ക് ലിസ്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്? അതിൽ ആദ്യം നമ്മൾ എയർവേ എന്താന്ന് നോക്കി, ബ്രീത്തിങ് നോക്കി, നെക്സ്റ്റ് വരുന്നതാണ് സർക്കുലേഷൻ. എന്താണ് സർക്കുലേഷൻ? The patient should have at least 2 wide bore intervenes, working cannulas in place for before shifting. External hemorrhage, if any, should be regulated control. And any shock should be treated with the intravenous fluids and or vasopressors. Availability of close-matched blood may be needed in the course of transport. എന്താണ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാല്? സർക്കുലേഷൻ എന്ത് ചെക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്? ബ്ലഡ് ഫ്ലോ. ഓക്കെ, അതായത് എക്സ്റ്റേണൽ ഹെമറേജസ് ഉണ്ടാവുന്ന ടൈമില്, എക്സ്റ്റേണൽ ഹെമറേജസ് എന്ന് പറഞ്ഞാല് ബാഹ്യ രക്തസ്രാവം അല്ലെ, ഒരുപാട് ഹെവി ബ്ലഡ് ഉണ്ടാവുന്ന സമയത്ത് എന്താണ് ഇൻട്രാവെൻസസ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇൻട്രാവെൻസസ് എന്താണ്? ഇൻട്രാവെൻസസ് ഐ വി എന്ന് കേട്ടിട്ടില്ലേ? ഐ വി യെസ്. ഓക്കെ, അതായത് മരുന്ന് സ്വീകരിക്കുന്ന ഒരു ട്യൂബ് എക്സ്റ്റേണൽ ഹെമറേജസ് ഉള്ള പേഷ്യൻസിനെ, ബാഹ്യ രക്തസ്രാവമുള്ള പേഷ്യൻസിന് എന്താണ് മരുന്ന് സ്വീകരിക്കുന്ന ഒരു കാനുലാസ്, 2 കാനുലാസ് എങ്കിലും ഇട്ടിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇൻട്രാവെൻസസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഐ വി എന്താണ്? ഐ വി എന്ന് പറയുന്നത് ലിക്വിഡ് ആണ് അല്ലെ? ലിക്വിഡ്, എന്ത് ലിക്വിഡ് ആണ് ഐ വി എന്ന് പറഞ്ഞാല്? ടു പ്രിവെന്റ് ഡീഹൈഡ്രേഷൻ അല്ലെ, ഡീഹൈഡ്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഐ വി കണക്ട് ചെയ്തത്. ഒരു ലിക്വിഡ് ഫോമില് കാനുലയിൽ കൂടി അത് അകത്തേക്ക് കയറ്റി വിടുന്നു. വെയിനിൽ കണക്ട് ചെയ്തിട്ട്, വെയിനിൽ നമ്മൾ കണ്ടിട്ടില്ലേ കാനുല കുത്തുന്നു, കണ്ടിട്ടില്ലേ? യെസ്. ഓക്കെ, ട്രിപ്പ് ഇടാണ്, ട്രിപ്പ് കണ്ടിട്ടില്ലേ നമ്മളാ? യെസ്, intravenous. And shock should be treated with intravenous fluid or vasopressors. ഇൻട്രാവെൻസ് ഫ്ലൂയിഡ് മാത്രമല്ലാതെ വാസോപ്രസസും കൂടിയിട്ട് ഉപയോഗിച്ചിട്ടാണ് എന്താ, വാസോപ്രസസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡ്രഗ് ആണത് അല്ലെ. അതായത് കുറഞ്ഞ രക്തസമ്മർദ്ദമുള്ളവരില് രക്തക്കൂടുതൽ ചുരുങ്ങിയോ ഇടുങ്ങിയതാകുന്നതിനോ ആ ഒരു സംരക്ഷണ സമയത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്, ഒരു ഡ്രഗ് ആണ് ഇത് വാസോപ്രസസ് എന്ന് പറയുന്നത്. വാസോപ്രസസ് എന്ന് പറയുന്നത് ശബ്ദം വരുന്നേ.
Okay, treated fluids, so the availability of cross-matched blood may be needed in the course of transport. അപ്പൊ എന്താണ് external hemorrhages ഉള്ള പേഷ്യൻസിന് എന്താണ് ഒരുപാട് ബ്ലഡ് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അപ്പൊ അവരുടെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ എന്താണ് അവർക്ക് IV കൊടുക്കും, അതുപോലെ തന്നെ എന്താണ് ഡ്രഗ്സ് വാസോപ്രസൻസ് കൊടുത്തിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നതും. പിന്നെ എന്താണ് അത്രയും ബ്ലഡ് പോയ ഒരു സമയത്ത് എന്താണ് അവർക്ക് ക്രോസ് മാച്ച്ഡ് ബ്ലഡ് ആവശ്യമായിട്ട് വന്നേക്കും. ഒരുപാട് ബ്ലഡ് പോയേക്കുന്നത് കൊണ്ട് എന്താണ് പിന്നീട് നമ്മൾ ആ മാച്ച് ചെയ്തൊരു ബ്ലഡ് ആളുടെ പേഷ്യന്റിന്റെ ശരീരത്തിലേക്ക് കയറ്റേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പോ അവൈലബിലിറ്റി ഓഫ് ക്രോസ് മാച്ച്ഡ് ബ്ലഡ് മേ ബി നീഡഡ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ക്രോസ് മാച്ച്ഡ് ബ്ലഡിന്റെ ആവശ്യകത വന്നേക്കാം എന്നാണ് പറയുന്നത്. അപ്പോ ഈ ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മറ്റൊരു കാര്യമാണ് സർക്കുലേഷൻസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഹെമറേജസ് ഉള്ള പേഷ്യൻസിന്റെ കാര്യമാണ്. അവർക്ക് എന്താണ് ഒരു രണ്ട് തരത്തിലുള്ള കാനുലാസ് കണക്ട് ചെയ്യേണ്ടി വരും അല്ലെ. ഒന്ന് ഫ്ലൂയിഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, മറ്റൊന്ന് എന്താണ് മറ്റൊന്ന് മറ്റ് ഡ്രഗ്സുകൾ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ട്, വാസോപ്രസസ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് കാനുലാസുകൾ അവര് ഉപയോഗിക്കുന്നത്. രണ്ട് തരത്തിൽ മരുന്ന് കയറ്റിവിടുന്ന രണ്ട് ട്യൂബ്സുകൾ അവര് കണക്ട് ചെയ്യുന്നത്. പിന്നെ കൊണ്ടുപോകുന്ന സമയത്ത് പേഷ്യൻസിന് ക്രോസ് മാച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ്, ക്രോസ് മാച്ച്ഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോസ് മാച്ച്ഡ് ബ്ലഡ് ഒരേ അല്ലെ, സെയിം ആയിട്ടുള്ള സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള എന്താണ് ബ്ലഡ് ആവശ്യമായി വന്നേക്കാം. ഓക്കെ, ചേരുന്ന ബ്ലഡ്. യെസ്. Then disability or neurological status. നെക്സ്റ്റ് വരുന്ന കണ്ടീഷൻ ചെക്ക് ലിസ്റ്റ് ആണ് എന്താ? ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ്. അതായത് മെയിൻ ആയിട്ട് ഹെഡ് ഇഞ്ചുറീസ് പറ്റിയ പേഷ്യൻസിന്, ചാപ്റ്റർ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്, ഹെഡ് ഇഞ്ചുറീസ് സംഭവിച്ച പേഷ്യൻസിന്, patient with head injury should have their Glasgow coma scale adequately monitored and recorded in the document before and the course of transfer and before the administration of any sedative or paralytic agent. അതായത് ഹെഡ് ഇഞ്ചുറീസ് സംഭവിച്ച, തലയ്ക്ക് പരിക്കേറ്റ പേഷ്യൻസിന് അവരുടെ കോൺഷ്യസ് ലെവൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ്ഗോ കോമ സ്കെയില് ഉപയോഗിക്കുന്നത്. എന്താണ്? ഹെഡ് ഇഞ്ചുറീസ് പറ്റിയ പേഷ്യൻസിന് അവരുടെ കോൺഷ്യസ് ലെവൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? is a tool, അതൊരു ടൂൾ ആണ്. is a tool to measure a patient's level of consciousness and how they respond to basic instructions. ആ പേഷ്യന്റിന്റെ കോൺഷ്യസ് ലെവൽ എങ്ങനെയാണ്, അതെങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നു എന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് എന്ത്? ഒരു ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്നൊരു ഡിവൈസ്. അതൊരു മെഡിക്കൽ ടൂൾ ആണ് കേട്ടോ. ഓക്കെ, അതിലാണ് ആ പേഷ്യൻസിന്റെ കണ്ടീഷൻസ്, കോൺഷ്യസ് ലെവല് ചെക്ക് ചെയ്യുന്നത്. Then adequately monitor and recorded document before. ഒന്നുകൂടെ പറയോ? അതായത് ഹെഡ് ഇഞ്ചുറീസ് പറ്റിയ പേഷ്യൻസിന്, തലയ്ക്ക് അമിതമായിട്ടുള്ള പരിക്കുകൾ പറ്റിയ പേഷ്യൻസിന് എന്താണ് അവരുടെ കോൺഷ്യസ് ലെവൽ, അവർ കോൺഷ്യസ് ആണോ, അവർ മരുന്നുകളോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അവർ മറ്റു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ് എന്നതുമായി മോണിറ്റർ ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ഒരു ഡിവൈസ് ആണ്, ഒരു ടൂൾ ആണ് എന്ത്? ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. GCS. GCS is a tool used to measure a patient level of consciousness and how they respond to basic instructions. How they respond to basic instructions. മനസ്സിലായോ എന്താണ് GCS? യെസ്, എന്താണ്? ഹെഡ് ഇഞ്ചുറീസ് സംഭവിച്ച പേഷ്യൻസിന്റെ കോൺഷ്യസ് ലെവലും അവരുടെ റെസ്പോൺസും ചെക്ക് ചെയ്യുന്ന, മോണിറ്റർ ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ഒരു ടൂളാണ് GCS എന്ന് പറയുന്നത്. എന്തെങ്കിലും ന്യൂറോളജിക്കൽ ആയിട്ട് എന്തെങ്കിലും തകരാറുകൾ അവർ കാണിക്കുന്നുണ്ടോ അതൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നത്.
recorded in the document before and the course of transfer and before the administration of any sedative or paralytic agent. അപ്പോൾ ഇത്തരത്തില് ന്യൂറോളജിക്കലി എന്തെങ്കിലും പ്രശ്നമുള്ള പേഷ്യൻസിന്, ഹെഡ് ഇഞ്ചുറീസ് സംഭവിച്ച പേഷ്യൻസിന് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താണ് എന്തെങ്കിലും സെഡേറ്റീവ് ആയിട്ടുള്ള ഉറക്കമരുന്നുകൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിരിക്കണം. സെഡേറ്റീവ് ഓർ പാരലറ്റിക് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറക്കമരുന്നുകൾ അല്ലെ, മയക്കത്തിനുള്ള സെഡേഷന് കൊടുക്കുന്ന മരുന്നുകൾ ഉണ്ടായിരിക്കാം അല്ലെ. അത്തരത്തിൽ എന്തെങ്കിലും മരുന്നുകൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ഉറക്കമരുന്നുകൾ കൊടുക്കുന്ന അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൊണ്ടുപോകുന്ന ഫെസിലിറ്റിയിലെ അവിടുത്തെ ആൾക്ക് റിസീവ് ചെയ്യുന്ന അവിടുത്തെ സ്റ്റാഫുകൾക്ക് അതിന്റെ രേഖാമൂലത മനസ്സിലാക്കിയാൽ മാത്രമേ പേഷ്യൻസിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എന്താണ് ഹെഡ് ഇഞ്ചുറീസ് പറ്റിയ പേഷ്യൻസിന് ഗ്ലാസ്കോമ സ്കെയിലിൽ കൂടെയാണ് അവരുടെ ബാക്കി കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുന്നത്. അവരുടെ കോൺഷ്യസ് ലെവല് മോണിറ്റർ ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും. ദെൻ അവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സെഡേറ്റീവ് മരുന്നുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഉറക്ക മരുന്നുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ അത് എന്താണ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ. The patient should be protected from cold by providing suitable blankets apart from above pre-transfer checklist. On the day transfer itself, all basic investigation should be performed to reflect the present condition of the patient. എന്താണ് പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ് പ്രൊട്ടക്ട് ഫ്രം കോൾഡ്, ഇനി എന്തെങ്കിലും തരത്തിലുള്ള തണുപ്പോ അല്ലെങ്കിൽ പേഷ്യൻസിന് ചില പേഷ്യന്റിന്റെ കണ്ടീഷൻസിൽ ചിലപ്പോൾ തണുപ്പ് അനുഭവപ്പെട്ടെന്നിരിക്കാം ചിലർക്ക്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള ബ്ലാങ്കറ്റ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട്, പുതപ്പുകൾ ഉപയോഗിച്ചിട്ടൊക്കെ അവരെ എന്താണ് പുതപ്പിച്ചിട്ടൊക്കെ വേണം ആളെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അപ്പൊ അതും ഒരു ചെക്ക് ലിസ്റ്റില്, പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. പേഷ്യന്റിന്റെ ആ ഒരു എന്താണ് ഫിസിക്കലി ആൾക്ക് ചെയ്യാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, ആളുടെ ഡ്രസ്സ്, ഏതൊക്കെ തരത്തിലുള്ള സൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്, ബ്ലാങ്കറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം ആളെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ദെൻ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ബേസിക് ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പ്രസന്റ് ആയിട്ട് തന്നിരിക്കുന്ന ഈ ചെക്ക് ലിസ്റ്റ്, എയർവേ ചെക്ക് ചെയ്യണം, ബ്രീത്തിങ് എങ്ങനെയാണ്, സർക്കുലേഷൻ എങ്ങനെയാണ്, പേഷ്യന്റിന്റെ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങള് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ആളെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ. ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ ഇൻവെസ്റ്റിഗേഷനിൽ നോക്കി ചെക്ക് ചെയ്തതിന് മാത്രമേ പേഷ്യന്റിന്റെ പ്രസന്റ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് കൂടി നോക്കിയിട്ട് മാത്രമാണ് പേഷ്യന്റിനെ നമ്മൾ മറ്റൊരു ഫെസിലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്. ഓക്കെ. അടുത്തത് മോഡ് ഓഫ് ട്രാൻസ്ഫർ. Mode of transfer. The two most commonly employed methods of transfer of patients are ground transport by including ambulances and mobile intensive care units (MICYS) and air transport including helicopter or aeroplane ambulances. അതായത് മോഡ് ഓഫ് ട്രാൻസ്ഫർ, ഏത് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് പേഷ്യന്റിന്റെ ബേസിക് കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ്, സ്റ്റേജസ് അനുസരിച്ചിട്ടാണ് ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. Two most commonly employed methods of transfer of patients are, ഒന്ന് വരുന്നത് എന്താണ്, ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻക്ലൂഡിങ് ആംബുലൻസ് ആൻഡ് മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. എന്താണ് മൊബൈൽ ഇന്റൻസീവ് കെയർ എന്ന് പറയുന്നാല് റോഡ് ഗോയിങ് ആംബുലൻസ് അല്ലെ, റോഡ് ഗോയിങ് ട്രാൻസ്ഫർ ഫെസിലിറ്റി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഒരു മൊബൈൽ യൂണിറ്റ് കെയർ എന്ന് പറയുന്നത് ഒരു ഇന്റൻസീവ് പോർട്ടബിൾ ആയിട്ടുള്ള മൊബൈൽ ക്ലിനിക് ആണ്. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, that provide advanced life support and intensive care for patient during transportation. നോട്ട് ചെയ്യുക, മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ് എന്താണ്, പോർട്ടബിൾ യൂണിറ്റ് ആണ്. അതൊരു പോർട്ടബിൾ ആയിട്ടുള്ള യൂണിറ്റ് ആണ്. that provide advanced life support and intensive care for
patient during transportation. Intensive care for patients during transportation. എന്താണ് MICYS എന്ന് പറയുന്നത്? It's a portable unit. Mobile intensive care unit is a portable, PORTABLE, portable unit that provide advanced life support. That provides advanced life support and intensive care. Advanced life support and intensive care for patient during transportation. For patient during transportation. Advanced life supporting machines ഒക്കെ എന്തൊക്കെയായിരിക്കും ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാലോ, ഡെഫിബ്രിലേറ്റർ, പിന്നെ എന്തൊക്കെയാണ്? നമ്മൾ ആംബുലൻസ് സർവീസസിൽ പഠിച്ചതല്ലേ അഡ്വാൻസ് കെയർ ആംബുലൻസ് ഏതാണെന്ന്, കാർഡിയാക് ആംബുലൻസിന് പഠിച്ചതല്ലേ? അതിൽ എന്തൊക്കെ ടൂൾസും ഡിവൈസസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? യെസ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള എക്യുപ്മെന്റ്സിൽ അടങ്ങിയ ഒരു പോർട്ടബിൾ യൂണിറ്റ് ആണ് എന്ത്? മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് എയർ ട്രാൻസ്പോർട്ട് ഇൻക്ലൂഡിംഗ്, എയർ ട്രാൻസ്പോർട്ടിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു? ഹെലികോപ്റ്ററോ എയറോപ്ലെയിൻ ആംബുലൻസസ്. ഈ ഒരു 3 ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് മോഡ് ഓഫ് ട്രാൻസ്ഫർ വിശദമാക്കുന്നത്. ഓക്കെ, ഈ ഒരു 3 ട്രാൻസ്ഫർ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതില് നമ്മൾ ആദ്യം പറഞ്ഞ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടില് ഗ്രൗണ്ട് സപ്പോർട്ട് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു അല്ലെ? ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസസ് അല്ലെ? പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് വെച്ചാൽ ബൈ റോഡ് അല്ലെ? റോഡ് ഗതാഗതം വഴി കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ട്സ്. ഇതൊക്കെയാണ് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് MICYS, മൊബൈൽ ഇന്റൻസീവ് കെയർ. അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. MICU ആണ് വരേണ്ടത്, US ആണ്. MICUS ആണ്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യണേ, ശ്രദ്ധിച്ചില്ല അത്. മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് MICUS. Okay. Different types of ambulance are used in this mode of transfer of patients. അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസ് ആണ് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഉപയോഗിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പഠിച്ചതാണ്, നമുക്കറിയാം അല്ലെ? ഓക്കെ, ബേസിക് ലെവൽ ഉണ്ട്, അഡ്വാൻസ് കെയർ ഉണ്ട്, നോർമൽ കെയർ ഉണ്ട്. ഓരോ ടൈപ്സ് അനുസരിച്ച് പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് അതായത് ആംബുലൻസിലാണ് നമ്മൾ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് അല്ലെ? ബേസിക് ലൈഫ് സപ്പോർട്ട്. ദീസ് ആംബുലൻസ് ആർ കണ്ടീഷൻഡ് വിത്ത് adequate staff and monitoring devices to shift patients without life-threatening conditions, and these can only provide basic life support services. എന്താണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിന്റെ പ്രത്യേകത? പഠിച്ചല്ലേ നമ്മള്? എന്ത് കെയർ ആണ് നൽകുന്നത്? ബേസിക് ലൈഫ് സപ്പോർട്ട് ചാപ്റ്ററും കഴിഞ്ഞു, പരീക്ഷയും കഴിഞ്ഞു, എന്നിട്ട് മറന്നുപോയോ നിങ്ങള്? യെസ്, ബേസിക് കെയർ നൽകുന്നത് അല്ലെ? ബേസിക് മോണിറ്ററിംഗ് ആയിരിക്കും. വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷൻസ് and these can only provide basic life support services. Basic life support എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? എന്തൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്? ഓക്സിജൻ, മറ്റു വൈറ്റൽ സയൻസുകൾ മോണിറ്റർ ചെയ്യുന്നു. പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ബ്രീത്തിങ് മാസ്ക് ഉപയോഗിക്കുന്നു. ഓക്കെ, യെസ്, അത്തരം കാര്യങ്ങൾ ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസിൽ ഉണ്ടായിരിക്കും.
Then advanced life support ambulance law. Advanced life support ambulance. These ambulances can provide modern life support services like enterotracheal intubation, cardiac monitoring, defibrillation, administration of administration of intravenous fluid or vasopressors. These are adequately staffed and made ready for shifting patients with the life-threatening conditions. ജീവനെ അപായപ്പെടുത്തുന്ന conditions. Critical stagesലാണ് ഇത് advanced life support ambulanceകൾ ഉപയോഗിക്കുന്നത്. അല്ലേ? Okay. അതിലേക്ക് എന്താണ് cardiac monitoring ഉണ്ടായിരിക്കും, defibrillation ഉണ്ടായിരിക്കും, then intravenous IV fluids, vasopressors ഒക്കെ ആയിരിക്കും advanced life support ambulanceകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക്കലി എന്തായിരിക്കും കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച പേഷ്യൻസിനായിരിക്കും ഇത്തരത്തില് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകൾ ഉപയോഗിക്കുന്നത്. Then MICU എന്താണ് MICU മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. These are specialized vehicle. എന്താണ് ഇതൊരു സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾ ആണ്. With all equipment and staff to transfer patients who are critically ill and are usually used in a combination with specialist retrieval teams in few developed countries. MICU എന്താണ് മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഡിവൈസസും സ്റ്റാഫുകളുമുള്ള ഒരു യൂണിറ്റ് ആണ് എന്ത് വെഹിക്കിൾ ആണ് എന്ത് MICU എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ഉള്ള ഒരു വെഹിക്കിൾ ആണ്, മെഡിക്കൽ വെഹിക്കിൾ ആണ് MICU അല്ലെ. ഇവിടെ സ്പെഷ്യലിസ്റ്റുകളും ഉണ്ടായിരിക്കും എന്നാണ്. മറ്റ് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ എന്താണ് വികസിത രാജ്യങ്ങളിലൊക്കെ ഒരു കൂടെ എന്താണ് ആ ഒരു വെഹിക്കിളിനൊപ്പം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടീംസ്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ ടീംസ് ആയിരിക്കും വികസിത രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. MSU എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ഫെസിലിറ്റി ഉള്ള എക്യുപ്മെന്റ്സുകളുള്ള ഒരു എന്താണ് സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾ ആണ്. ഓക്കെ, ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് MSU വെഹിക്കിൾ ഉപയോഗിക്കുന്നത്. മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് വെഹിക്കിൾ. ഓക്കെ, മനസ്സിലായോ MICU എന്താണെന്ന്? ഓക്കെ, എന്തൊക്കെയാണ് ഗ്രൗണ്ട് സപ്പോർട്ടിൽ വരുന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആംബുലൻസസ് അല്ലെ. വിവിധ തരത്തിലുള്ള ആംബുലൻസുകളാണ് ഗ്രൗണ്ട് സബ് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, then MICU മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് വെഹിക്കിൾസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഗ്രൗണ്ട് സപ്പോർട്ടില് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടിങ്ങിന് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്രിട്ടിക്കലി ഇതായിട്ടുള്ള കണ്ടീഷൻസിനാണ് അഡ്വാൻസ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ഉപയോഗിക്കുന്നത്. ഹൈ ഫെസിലിറ്റീസ് ഉള്ളതാണ് MICU എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. നെക്സ്റ്റ് വരുന്നത് എയർ ട്രാൻസ്പോർട്ട്. നമ്മളിപ്പോ പറഞ്ഞത് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് ആണ് അല്ലെ, ബൈ റോഡ്. ഇനി എയർ ട്രാൻസ്പോർട്ട്. The use of air transport has been increasing in developed countries because of advantage of swift transport by including specialized medical care. Specialized medical care, there has been an improved prognosis of patients with the trauma, severe myocardial infarction, and severe stroke owing to rapid provision of suitable medical care by the use of air transport. എയർ മാർഗം വഴിയുള്ള പേഷ്യൻസ്, ഏത് കണ്ടീഷൻസിലുള്ള പേഷ്യൻസിനെയാണ് നമുക്ക് ഈ ഒരു എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എയറോപ്ലെയിനോ അല്ലെങ്കിൽ എന്താണ് ഹെലികോപ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഏതൊക്കെ പേഷ്യൻസിനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഏതൊക്കെ പേഷ്യൻസിനെയാണ്? പേഷ്യൻസ് വിത്ത് ട്രോമ, ആഘാതകരമായ ഏതെങ്കിലും തരത്തിലുള്ള ആഘാതങ്ങൾ സംഭവിച്ച പേഷ്യൻസ്. അതുപോലെ തന്നെ എന്താണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. എന്താണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ? ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്, ഹാർട്ട് അറ്റാക്ക് തന്നെയാണ്
കാർഡിയാക് അറസ്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ്, മറ്റൊരു ടേം ആണ് എന്താണ്, ടെക്നിക്കലി കോൾഡ് ആണ്, ടെക്നിക്കലി പറയുന്ന ഒരു പേരാണ് എന്ത്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലോക്കേജ് ഓഫ് ബ്ലഡ് എന്താണ്, അതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ബ്ലോക്കേജ് ഓഫ് ബ്ലഡ്, a blockage of blood flow to the heart muscle. A blockage of blood flow, a blockage of blood flow to the heart muscle, to the heart muscle. ഹാർട്ടിലെ ഹാർട്ട് മസിൽസിന് ബ്ലോക്കേജസ് ഉണ്ടാകുന്ന, ബ്ലഡ് ബ്ലോക്ക് ആവുന്ന കണ്ടീഷൻ ആണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്. ടെക്നിക്കലി ഉള്ള ഒരു നെയിമാണ് എന്ത്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. A blockage of blood flow to the heart muscle. A blockage of blood flow to the heart muscle. അതാണ് എന്ത്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, then other condition എന്താണ്, stroke owing to rapid provision of suitable medical care by the, ഒരിക്കൽ കൂടി പറയാം എന്താണ്, ബ്ലോക്കേജ് ഓഫ് ബ്ലഡ് നോട്ട് ചെയ്യാനാണോ ചോദിക്കുന്നത്? Yes, a blockage of blood flow, a blockage of blood flow to the heart muscle. ഹാർട്ടിന്റെ മസിൽസില് ബ്ലോക്കേജസ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന സിറ്റുവേഷൻ തന്നെ പറയുന്നത് കേട്ടോ. ബ്ലോക്കേജ് ഓഫ് ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ട് മസിൽ. യെസ് ജോബി. ഓക്കെ, അപ്പൊ ട്രോമ കണ്ടീഷൻ, അതുപോലെ തന്നെ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ആൻഡ് സ്ട്രോക്ക് അല്ലെ, സ്ട്രോക്ക്. അപ്പൊ ഈ 3 കണ്ടീഷൻസിനുള്ള പേഷ്യൻസിനെയാണ് സൂട്ടബിൾ ആയിട്ട് മെഡിക്കൽ കെയർ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എയർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെ പേഷ്യൻസിനാണ്? ട്രോമ പേഷ്യൻസ്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ് ഉള്ള പേഷ്യൻസ്, സ്ട്രോക്ക് പേഷ്യൻസിന്. ഓക്കെ, പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് എയർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, എയർ ട്രാൻസ്പോർട്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? യെസ്, ഒന്നുകൂടി പറയാം. എയർ ട്രാൻസ്പോർട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? അഡ്വാൻസ് സൂട്ടബിൾ ആയിട്ടുള്ള മെഡിക്കൽ കെയർ എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എയർ ട്രാൻസ്പോർട്ട് സൗകര്യം ഉപയോഗിക്കുന്നത് അല്ലെ. അത് സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ നൽകുന്നതിനും അതിന് എന്താണ്, ഏതൊക്കെ പേഷ്യൻസ് ആണ് അതിൽ ഉൾപ്പെടുന്നത്? ട്രോമ പേഷ്യൻസും മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ് പേഷ്യൻസും സ്ട്രോക്ക് വന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് എയർ ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ ഏർപ്പാടാക്കുന്നത്. ഓക്കെ, അവരെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ മോഡ് ഓഫ് ട്രാൻസ്ഫർ ഏതൊക്കെ വരുന്നുണ്ട്? ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടും എയർ ട്രാൻസ്പോർട്ടും അല്ലെ. പേഷ്യൻസിന് ട്രാൻസ്ഫർ ചെയ്യുന്ന 2 സൗകര്യങ്ങളാണ് ഉള്ളതൊന്ന് ഗ്രൗണ്ട് ട്രാൻസ്പോർട്ട് വഴിയും എയർ ട്രാൻസ്പോർട്ട് വഴിയുമാണ് പ്രധാനമായിട്ടും പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. മോഡ് ഓഫ് ട്രാൻസ്ഫർ ക്ലിയർ ആണോ? മോഡ് ഓഫ് ട്രാൻസ്ഫർ ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ്, the patients who are more likely to get benefit from air transport. ഇനി നമ്മൾ ഈ 3 കണ്ടീഷൻസ് പറഞ്ഞു. ഇവരെ കൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ കുറച്ചുകൂടി ബെനിഫിറ്റ് എയർ ട്രാൻസ്പോർട്ടില് അല്ലെ, എയർ മാർഗം വഴി എന്താണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ മറ്റ് പേഷ്യൻസ്, മറ്റ് കണ്ടീഷൻസ് ഏതൊക്കെയാണ്? കൂടുതൽ ഹെൽപ്ഫുൾ ലഭിക്കാൻ സാധ്യതയുള്ള പേഷ്യൻസ് ഏതൊക്കെയാണ്? ഏതൊക്കെ കാറ്റഗറീസ് വരുന്നുള്ളത്? Patient with severe trauma and penetrating chest injuries, multi-stem injuries, crush injuries, or patient with unstable vital signs. Patient with severe trauma and penetrating chest injuries
എന്താണ് പെനിട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാല്? എന്തില് നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന ഇഞ്ചുറീസ്, അതായത് ഗൺഷൂട്ടർ ഇല്ലേ, തോക്കുള്ള വെടിയേറ്റതോ അല്ലെങ്കിൽ അതർ ടൂൾസ്, കത്തിയോ മൂർച്ചയുള്ള ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് എന്താണ് ചെസ്റ്റിൽ ഇഞ്ചുറീസ് വരുന്ന കണ്ടീഷനാണ് എന്ത് പെനിട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന ഇഞ്ചുറീസ്. മനസ്സിലായോ? പെനിട്രേറ്റിംഗ് ഇഞ്ചുറീസ് എന്താണ്? ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറി ദാറ്റ് occurs when an object punctures that chest wall can affect any organ in the chest. അല്ലെ, നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന ആഘാതം സംഭവിക്കുന്ന പേഷ്യൻസ് ഇഞ്ചുറീസ്, മെയിൻ ആയിട്ട് ഗൺ ഷൂട്ടോ അല്ലെങ്കിൽ അതർ ടൂൾസ് കൊണ്ടുള്ള ഇഞ്ചുറീസ് സംഭവിക്കുന്ന പേഷ്യൻസ് ആണ് പെനിട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ പെനിട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ് എന്താണെന്ന്? Yes. Yes, gun or other sharp tools ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന ഉണ്ടാകുന്ന ഇഞ്ചുറീസ് ആണ് എന്ത്? ഒന്നുകൂടി പറയാട്ടോ. Patient with severe trauma and penetrating chest injuries. Penetrating chest injuries എന്ന് പറഞ്ഞാല് തോക്കൊണ്ടുള്ള വെടിയോ അല്ലെങ്കിൽ മൂർത്ത ഉപകരണം ഏതെങ്കിലും കത്തിയോ അല്ലെങ്കിൽ വാളോ വെച്ചിട്ട് മുറിവേൽപ്പിക്കുകയോ അങ്ങനെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന ഇഞ്ചുറീസ്, അതായത് നെഞ്ചിലെ വാൾസിലേക്ക് അല്ലെ, നെഞ്ചിന്റെ അകത്തേക്ക് കുത്തിക്കയറുന്നു. ഇപ്പൊ നമ്മൾ ഗൺഷൂട്ട് ഒക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയാലോ, ചില കേസസിൽ ആള് ചിലപ്പോൾ തട്ടിപ്പോവും അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഹൈ ഇഞ്ചേർഡ് ആയിട്ടുണ്ടായിരിക്കും. ഉള്ളിലേക്ക് കുത്തിക്കയറിയല്ല, തുളച്ചു കയറുന്ന ഇഞ്ചുറീസ് ആണ്, മുറിവാണ് അല്ലെ, ഉള്ളിലേക്ക് ആഘാതമായിട്ടുണ്ടാകുന്ന മുറിവാണ്. അത്തരം കണ്ടീഷനാണ് എന്താ പെനിട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. ഗൺഷൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് എത്രത്തോളം ആഘാതമുള്ള ഒരു മുറിവാണെന്ന്. മനസ്സിലായില്ലേ? യെസ്. ഇനി മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ്. സിസ്റ്റം ഇഞ്ചുറീസ് ആണ്. മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ് എന്താണ്? മോർ ദാൻ എന്താണ്? മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ഇഞ്ചുറി ആയിരിക്കാം അത്? യെസ്, ആഫ്റ്റർ ടു ഓർ മോർ ഓർഗൻസ് അല്ലെ, രണ്ടോ അതിൽ കൂടുതൽ ഓർഗൻസിന് ഇഞ്ചുറീസ് പറ്റുന്ന സിറ്റുവേഷൻ ആണ് മൾട്ടിസം ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. മൾട്ടിസം ഇഞ്ചുറീസ് ഇൻവോൾവ് ടു ദ ബോഡി ദാറ്റ് അഫക്ട് മോർ ദാൻ വൺ ബോഡി സിസ്റ്റം അല്ലെ, ഒന്നോ രണ്ടിൽ അതിൽ കൂടുതൽ ഓർഗൻസിന് എന്താണ് ഇഞ്ചുറീസ് പറ്റുന്നതാണ് എന്ത് മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്രഷ് ഇഞ്ചുറീസ് or patient with unstable vital signs. Crush injuries എന്താണ്? Crush അമിതമായിട്ടുള്ള ഭാരമുള്ള വസ്തുക്കൾ എന്തെങ്കിലും ശരീരത്തിൽ വീഴുകയോ അല്ലെ, ചതവ് അല്ലെ, കഠിനമായ ചതവോ അല്ലെങ്കിൽ എല്ലുകള് എന്താണ് പൊട്ടിപ്പോകുന്ന ഒരു സിറ്റുവേഷൻസ്. കഠിനമായ ചതവ് അത് നമുക്ക് ആ സൈൻസ് കാണാൻ പറ്റും. ആളുടെ ശരീരത്തില് ആളുടെ കൈയോ കാലോ ചതഞ്ഞിരിക്കുന്നത്, ഒരു അവസ്ഥ, ക്രഷ് ആയിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അൺസ്റ്റേബിൾ വൈറ്റൽ സൈൻസ് എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസിന്റെ ശരീരത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ഓക്കെ, ഭാരമുള്ള ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കള് എന്താണ് ശരീരത്തിലേക്ക് അത്രയും പ്രഷറിൽ വീഴുന്ന സമയത്താണ് അത്തരത്തിലുള്ള ക്രഷ് ഇഞ്ചുറീസുകൾ സംഭവിക്കുന്നത്. അതായത് ചതവ്, ഒടിവ്, നാഡികൾക്കൊക്കെ നമ്മുടെ നെർവസിനൊക്കെ പരിക്ക് പറ്റുന്നത് അത്തരത്തിലുള്ള ഏറ്റവും ഹൈ ആയിട്ടുള്ള പ്രഷറിലുള്ള വസ്തുക്കൾ ശരീരത്തിലേക്ക് വീഴുന്ന സിറ്റുവേഷൻസിലാണ് ക്രഷ് ഇഞ്ചുറീസ് ഉണ്ടാകുന്നത്. മെയിൻ ആയിട്ട് എന്താണ്? ചതവ് അല്ലെ, കഠിനമായിട്ടുള്ള ചതവ്, ചിലപ്പോൾ കൈകാലുകളൊക്കെ ചതഞ്ഞു പോകാൻ ചില ഭാരമുള്ള വസ്തുക്കൾ വീണ് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ക്രഷ് ഇഞ്ചുറീസിൽ. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ആ പേഷ്യൻസിന് മെഡിക്കൽ കെയർ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ എയർ ട്രാൻസ്പോർട്ട് സൗകര്യമാണ് അതിൽ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത്. ഓക്കെ, ഏതൊക്കെ കണ്ടീഷൻ ആണ് ഇപ്പൊ പറഞ്ഞത് നമ്മള്? പെനിട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചുറീസ്,
നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന ഇഞ്ചുറീസ് സംഭവിച്ച പേഷ്യൻസുകള്, മൾട്ടി സിസ്റ്റം ഇഞ്ചുറീസ് സംഭവിച്ച പേഷ്യൻസ് അല്ലെ, ഓർഗൻസ് ഒന്നോ രണ്ടോ ഓർഗൻസിൽ അമിതമായി പരിക്കുകൾ പറ്റിയ പേഷ്യൻസ്, മുറിവുകൾ പറ്റിയ പേഷ്യൻസ്, ദെൻ ക്രഷ് ഇഞ്ചുറീസ് ഓർ വിത്ത് അൺസ്റ്റേബിൾ വൈറ്റൽ സൈൻസ്. എന്തെങ്കിലും തരത്തിൽ ആഘാതമുള്ള വസ്തുക്കൾ വീണിട്ട് എന്താണ് ചതവോ അല്ലെങ്കിൽ ഒടിവോ സംഭവിച്ച പേഷ്യൻസിനെയൊക്കെയാണ് എയർ ട്രാൻസ്പോർട്ടിൽ കൂടുതലായിട്ട് ബെനിഫിറ്റ് ആവശ്യമായിട്ട് വരുന്നത്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ക്രഷ് ഇഞ്ചുറീസ് പറ്റിയ പേഷ്യൻസ് എന്നാൽ സുപ്രധാനമായിട്ടൊരു അടയാളങ്ങൾ ശരീരത്തിൽ കാണാൻ പറ്റും. നല്ലോണം ചതഞ്ഞ പാടുകളൊക്കെ ഉണ്ടായിരിക്കും. അതാണ് അൺസ്റ്റേബിൾ വൈറ്റൽ സൈൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, patient with acute coronary syndrome in crucial need of revascularization procedure, cardiac tamponade with a hemodynamic compromise, cardiogenic shocks, in needed of intra-aortic balloon pump or other assist devices. എന്താണ് ഇതൊക്കെ? എന്താണ് പേഷ്യൻസ് വിത്ത് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം, ACS, അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹൃദയധമനികളില് രക്തയോട്ടം കുറയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഹൃദയധമനികളില് രക്തയോട്ടം കുറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടേം ദാറ്റ് നോട്ട് ചെയ്യാട്ടോ. It's a term that acute coronary syndrome is a term that describes a range of condition. A term that describes a range of condition related to sudden acute coronary syndrome is a term that describes a range of conditions related to sudden reduced blood flow to the heart. Sudden reduced blood flow to the heart. ഇതാണ് ഹൃദയധമനികളില് രക്തയോട്ടം കുറയുന്നതിനാൽ ഹൃദയത്തിന് ശരിയായി പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്ന ഒരു ഹൃദയപേശികള് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്ന സിറ്റുവേഷൻ ആണ് എന്ത്? അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെങ്ങനെയാണ് റിവാസ്കുലറൈസേഷൻ പ്രൊസീജിയർ ചെയ്യുന്നത്? റിവാസ്കുലറൈസേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രക്രിയകളാണ് അല്ലെ. ബൈപ്പാസ് സർജറിയോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടാണ് എന്താ അത്തരത്തിലുള്ള കണ്ടീഷൻസുകള് സർജറി, ബൈപ്പാസോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റോ സർജറി ചെയ്തിട്ടാണ് എന്താണ് ആ ബ്ലോക്കേജസ്, ഹൃദയത്തിന്റെ ബ്ലഡ്സിന്റെ പ്രവർത്തനങ്ങള് കൃത്യമായിട്ട് നയിക്കുന്നത്. യെസ്, patients with acute coronary syndrome is crucial need of revascularization procedure. Acute coronary syndrome സംഭവിച്ച പേഷ്യൻസിന് revascularization procedure ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. എന്താണ് ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടാണ് ആ പേഷ്യൻസിനെ അത്തരം കണ്ടീഷൻസിൽ നിന്നും അവരെ റിലീവ് ചെയ്യിപ്പിക്കുന്നത്. നെക്സ്റ്റ് കണ്ടീഷൻ ആണ് എന്ത്? കാർഡിയാക് ടാമ്പോണേഡ് വിത്ത് hemodynamic compromises. Cardiac tamponade. അതായത് നമ്മുടെ ഹൃദയത്തില് കംപ്രഷൻസ് ഉണ്ടാകുന്ന ഒരു, ഹൃദയത്തിന്റെ വാൽവുകളിൽ കംപ്രഷൻസ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത്? കാർഡിയാക് ടാമ്പോണേഡ് എന്ന് പറയുന്നത്. വിത്ത് ഹെമോഡൈനാമിക് കോംപ്രമൈസ് എന്ന് വെച്ചാൽ എന്താണ്? unable to pump blood to the body organs and tissues. പറഞ്ഞുതരാം കേട്ടോ, പറഞ്ഞുതരാം. എന്താണ് കാർഡിയാക് ടാമ്പോണേഡ് എന്ന് പറഞ്ഞാല്? ആദ്യത്തെ സിറ്റുവേഷൻ മനസ്സിലായോ? എന്താണ് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അക്യൂട്ട് കൊറോണറി സിൻഡ്രോം യെസ്,
അതിനെ നമ്മൾ ആ സിൻഡ്രോത്തിനെ മറ്റ് സർജറി ഉപയോഗിച്ചിട്ടാണ് അത് റിമൂവ് ചെയ്യുന്നത് അല്ലെ. ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി ഉപയോഗിച്ചിട്ടാണ് അത്തരത്തിലുള്ള സിറ്റുവേഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു സിറ്റുവേഷൻ ആണ് എന്താ, കാർഡിയാക് ടാംബോണൈഡ്. കാർഡിയാക് ടാംബോണൈഡ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഹൃദയത്തിന്റെ ചുറ്റുമുള്ള പെരികാർഡിയൽ ദ്രവമില്ലേ, പെരികാർഡിയൽ എന്ന് പറഞ്ഞ ദ്രവമല്ലേ, പഠിച്ചിട്ടില്ലേ നിങ്ങള്? പെരികാർഡിയൽ ദ്രവം അടിഞ്ഞുകൂടും, പെരികാർഡിയൽ ഫ്ലൂയിഡ്, പെരികാർഡിയൽ എന്ന് പറഞ്ഞൊരു ഫ്ലൂയിഡ് ഉണ്ട്, അത് അടിഞ്ഞുകൂടുമ്പോൾ എന്താണ്, ഹൃദയത്തിന് കംപ്രഷൻസ് ഉണ്ടായിരിക്കും അല്ലെ, ഹൃദയത്തിന് എന്താണ് ഇങ്ങനെ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരുന്ന ഒരു സിറ്റുവേഷൻ ആണത്. ഓക്കെ, അപ്പോ എന്താണ്, ഹൃദയത്തില് എന്താണ് ആവശ്യത്തിലധികം ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. unable to pump blood to the blood organs and tissues. ബ്ലഡ് ഓർഗൻസിലേക്കും മറ്റ് ടിഷ്യൂസിലേക്കും എന്താണ് അത് കൃത്യമായിട്ട് ഹൃദയത്തിന് പമ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് എന്ത്, ഹീമോഡൈനാമിക് കോംപ്രമൈസ് എന്ന് പറയുന്നത്. അത് കാർഡിയാക് ടാംബോണൈഡ് വരുന്ന സമയത്ത്, ഈ പെരികാർഡിയൽ ഫ്ലൂയിഡ് നിറയുന്ന സമയത്ത് എന്താണ്, ഹൃദയത്തിന് എന്താണ് കാര്യമായ രീതിയിൽ ഓർഗൻസിലേക്ക് എന്താണ് രക്തം പമ്പ് ചെയ്യാൻ പറ്റാത്തത്, ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതാണ് എന്ത്, ഹീമോഡൈനാമിക് കോംപ്രമൈസസ് എന്ന് പറയുന്നത്. കണ്ടീഷൻസ് സിസ്റ്റംസ് ഇങ്ങനെ എഴുതിയാൽ മതി, unable to pump blood to the body organs and tissues. Unable to pump P-U-M-P, pump blood to the unable to pump blood to the body organs and tissues. ബോഡി ഓർഗൻസിലേക്കും മറ്റു ടിഷ്യൂസിലേക്കും ബ്ലഡ് കൃത്യമായിട്ട് പമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ആണ് എന്താ, ഹീമോഡൈനാമിക് കോംപ്രമൈസ് എന്ന് പറയുന്നത്. യെസ്, അതായത് രക്തയോട്ടം ഇല്ലാത്തൊരു സിറ്റുവേഷൻ, രക്തത്തിന് കൃത്യമായി പമ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കേട്ടോ. ദെൻ കാർഡിയോജനിക് ഷോക്ക് need of intra-aortic balloon pump or other assist device. Next situation ആണ് എന്ത്, കാർഡിയോജനിക് ഷോക്ക്. എന്താണ് കാർഡിയോജനിക് ഷോക്ക് എന്ന് പറഞ്ഞാല്, കാർഡിയാക് ഷോക്സ് അല്ലെ, കാർഡിയാക് അറ്റാക്ക് വരുന്ന ഇതിന് പല പല ടൈംസുകൾ ഇങ്ങനെ പറയുന്നുള്ളൂ കേട്ടോ. എന്താണ് അവിടെയും എന്താണ് ഇനഫ് ആയിട്ട് ഓക്സിജനും ബ്ലഡും എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ്. cannot pump enough when your heart cannot pump enough blood and oxygen to the brain and other vital organs. നേരത്തെ പറഞ്ഞ സെയിം കണ്ടീഷൻസ് തന്നെ കേട്ടോ. cannot pump enough blood and oxygen to the brain and other vital organs. Cannot pump enough blood and oxygen to the brain and other vital organs. ബ്രെയിനിലേക്കും മറ്റു ഓർഗൻസിലേക്കും എന്താണ് ബ്ലഡ് കൃത്യമായിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റാത്ത, പമ്പ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് എന്ത്, കാർഡിയോജനിക് ഷോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്യാനാണോ? heart cannot pump heart cannot pump enough blood enough blood and oxygen to the brain and other vital organs. Heart cannot pump enough blood and oxygen to the brain and other vital organs. ബ്രെയിനിലേക്കും മറ്റു ഓർഗൻസിലേക്കും എന്താണ് ആ ബ്ലഡ് ഓക്സിജനും കൃത്യമായിട്ട് പമ്പ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. യെസ്, ഓക്കെ, മനസ്സിലായോ? ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഉപയോഗിക്കുന്നത്? നീഡ് ഓഫ് ഇൻട്രാറോട്ടിക് ബലൂൺ പമ്പ് ഓർ അതർ അസിസ്റ്റ് ഡിവൈസസ്. ഇൻട്രാറോട്ടിക് ബലൂൺ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ വികസിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ.
device that help. An intra-aortic balloon is a device. Intra-aortic balloon pump is a mechanical device. Another mechanical device that helps the heart pump. എന്താണ് ഹാർട്ട് പമ്പ് ചെയ്യുന്നതിന് ഹാർട്ടിന് പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. More blood when it cannot pump enough on its own. It's a mechanical device. Intra-aortic balloon എന്ന് പറയുന്നത് എന്താണ് ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ്. എന്തിനു വേണ്ടിയിട്ട് ഹാർട്ട് പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് എന്ത് ഇൻട്രാ-aortic balloon എന്ന് പറയുന്നത്. ആവശ്യത്തിൽ കൂടുതൽ ബ്ലഡ് പമ്പ് ചെയ്യാനായിട്ട് ഇത്തരത്തിലൊരു ബലൂൺ ഡിവൈസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു ബലൂൺ ഷേപ്സിലാണ് ഏകദേശം ഒരു 2 സെന്റിമീറ്ററോളം വലിപ്പമുള്ളതായിരിക്കും എന്താ ഈ ഒരു ബലൂണിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അതൊരു സിലിണ്ടറിക്കൽ പോളിത്തീൻ ബലൂൺ ആണ് കേട്ടോ. സിലിണ്ടറിക്കൽ പോളിത്തീൻ ബലൂൺ ആണ്. ഏകദേശം 2 സെന്റിമീറ്റർ വലിപ്പമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ, നോട്ട് ചെയ്യണമെന്നില്ല. 2 സെന്റിമീറ്റർ എങ്കിലും വലിപ്പമുള്ളൊരു ബലൂൺ ആണിത്. എന്തിനു വേണ്ടിയിട്ടാണ് ഹാർട്ട് പമ്പ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻട്രാ-aortic ബലൂണുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിന്റെ പിക്ചർ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം കേട്ടോ. ഇൻട്രാ-aortic ബലൂൺ പമ്പിന്റെ ആ ഡിവൈസിന്റെ പിക്ചർ ഉണ്ട്. നിങ്ങളൊന്ന് കാണണമെന്നുള്ളവരൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഏതൊക്കെ പേഷ്യൻസ് ആണ് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ഉള്ള പേഷ്യൻസ്? അവർക്ക് വേണ്ടത് എന്താണ്? സർജറീസ് അത്യാവശ്യമാണ്. ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി സർജറി ആവശ്യമാണ്. കാർഡിയാക് കമ്പോണന്റ് ഹീമോഡൈനാമിക് കോംപ്രമൈസസ് ഉള്ള പേഷ്യൻസുകൾ എന്താണ് ഹൃദയത്തിനും മറ്റു ഓർഗൻസിലേക്കും എന്താണ് രക്തം കൃത്യമായിട്ട് പമ്പ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉള്ള പേഷ്യൻസ്. അതുപോലെ തന്നെ എന്താണ് കാർഡിയാജനിക് ഷോക്ക് ഉള്ള പേഷ്യൻസ്, എന്താണ് ഹാർട്ട് അറ്റാക്ക് ഉള്ള സാധ്യതയുള്ള പേഷ്യൻസ്, ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസ് അല്ലെ, അവർക്ക് എന്താണ് ആവശ്യം? നീഡ് ഓഫ് ഇൻട്രാ-aortic ബലൂൺ പമ്പ് അല്ലെ. അത് ഹൃദയത്തിന്റെ പ്രവർത്തനം, ഹൃദയത്തിന്റെ പമ്പിങ് സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് ഇൻട്രാ-aortic ബലൂൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം സിറ്റുവേഷൻസിലുള്ള പേഷ്യൻസിനാണ് എയർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, then patients due to receive organ transplant. ഇനി ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് ഇപ്പൊ ഹൃദയ ശസ്ത്രക്രിയയൊക്കെ ചെയ്ത പേഷ്യൻസിനൊക്കെ എന്താണ് എയർ ട്രാൻസ്പോർട്ട് സൗകര്യം ആവശ്യമായി വരുന്നു. അതുപോലെ തന്നെ ക്രിട്ടിക്കലി ഇൽ ഹൈ റിസ്ക് മെഡിക്കൽ ഓർ സർജറിക്കൽ പേഷ്യൻസ് സിറ്റുവേഷൻസ് കൂടാതെ തന്നെ എന്താണ് ക്രിട്ടിക്കലി ഏറ്റവും എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനും അതുപോലെ റിസ്ക് ആയിട്ടുള്ള എന്തെങ്കിലും സർജറീസ് ഒക്കെ കഴിഞ്ഞ പേഷ്യൻസിനും ആയിരിക്കും എന്ത് എയർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് കൂടുതൽ ബെനിഫിറ്റ് ആക്കുന്നത്. ഏതൊക്കെ കണ്ടീഷൻസിനുള്ള പേഷ്യൻസ് ആണ്? പെൻട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചറീസ് ഉള്ള പേഷ്യൻസ്, മൾട്ടി സ്റ്റെം ഇഞ്ചറീസ് ഉള്ള പേഷ്യൻസ്, ക്രഷ് ഇഞ്ചറീസ് ഉള്ള പേഷ്യൻസ്, അൺസ്റ്റേബിൾ വൈറ്റൽ സൈൻസ് കാണിക്കുന്ന പേഷ്യൻസിനുമാണ് എയർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആവശ്യമായി വരുന്നത്. പിന്നെന്താണ് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ACS ഉള്ള പേഷ്യൻസിന്, സർജറീസ് കഴിഞ്ഞ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുന്ന പേഷ്യൻസിന്, അതുപോലെ തന്നെ കാർഡിയാക് ടെമ്പോണന്റ് വിത്ത് ഹീമോഡൈനാമിക് കോംപ്രമൈസ് ഉള്ള പേഷ്യൻസ്, കാർഡിയോജനിക് ഷോക്ക് സംഭവിച്ച പേഷ്യൻസ്, ഇത്തരം കണ്ടീഷൻസിലുള്ളവർക്കാണ് എന്ത് എയർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ആവശ്യമായി വരുന്നത്. അതർ എന്താണ് പേഷ്യന്റ് ടു റിസീവ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, ഏതെങ്കിലും തരത്തിലുള്ള ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത പേഷ്യൻസിനും എന്താണ് എയർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആവശ്യമായി വരുന്നു. ദെൻ ക്രിട്ടിക്കലി ഇൽ ആൻഡ് ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിനും എന്താണ് എയർ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആവശ്യമായി വരുന്നു. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, ഇത് ക്ലിയർ ആണോ പിള്ളേരെ? നിങ്ങൾക്ക് 4 പോയിന്റ്സ് ക്ലിയർ ആണോ? ഈ ഏതൊക്കെ സിറ്റുവേഷൻസ് ആണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ്? പെൻട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചറീസ്, മൾട്ടി സെൻസ് ഇഞ്ചറീസ്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ,
ഇനി ഈ പേഷ്യന്റിന്റെ കൂടെ ആരൊക്കെ ആയിരിക്കണം കൂടെ ഉണ്ടാകുക? ഒരു കണ്ടീഷൻസ് അനുസരിച്ചിട്ട് ഓരോ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആരൊക്കെ ആയിരിക്കണം കൂടെ ഉണ്ടായിരിക്കേണ്ടത്? അക്കമ്പനിങ് ദ പേഷ്യന്റ് അല്ലെ, കൂടെ ഉണ്ടാകുന്നവരെ ആരൊക്കെയാണ്? ഇറ്റ്സ് നോർമലി സജസ്റ്റ് ടു ഹാവ് അറ്റ്ലീസ്റ്റ് 2 proficient personnel accompanying the patient to be shifted. എന്താണ്? 2 പ്രൊഫഷണൽ ആയിട്ടുള്ള വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം, പ്രൊഫഷണലി ട്രെയിൻ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം എന്താ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിന്റെ കൂടെ ഉണ്ടായിരിക്കുന്നത്. പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കണം ഏത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കണം, സ്റ്റാഫ് ആയിരിക്കണം കൂടെ എന്നുള്ളത് തീരുമാനിക്കുന്നത്. The care needed by each patient in the course of transfer lays on the level of patient's critical care. Dependency and corresponding are divided into. അപ്പോ പേഷ്യൻസിന്റെ കണ്ടീഷൻസ് അനുസരിച്ച് ആരൊക്കെയാണ് പോവേണ്ടതെന്നുള്ളത് 4 കാറ്റഗറീസിലാണ് തിരിച്ചിരിക്കുന്നത് കേട്ടോ. പേഷ്യൻസിന്റെ കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആരൊക്കെ പോകണം എന്നുള്ളത് 4 കാറ്റഗറീസിലാണ് തിരിച്ചിരിക്കുന്നത്. ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3. അങ്ങനെയാണ് അക്കമ്പനിങ് ദ പേഷ്യൻസിൽ വരുന്ന കാറ്റഗറീസ് വരുന്നത്. ലെവൽ 0 എന്താണ്? It consists of patients who can be managed at the ward level of ward in hospital and are normally not needed to be accompanied by any specialized personnel. എന്താണ് ലെവൽ 0 എന്ന് പറയുന്നത്? ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് മാറ്റുന്ന, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മറ്റേ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്ന ഒരു സിറ്റുവേഷൻ. അങ്ങനെയാണെങ്കിൽ എന്താണ്? സാധാരണ ഒരു പേഴ്സൺ ഏതെങ്കിലും ഒരു സ്റ്റാഫ് മാത്രമേ കൂടെ മതി. അതില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആരും തന്നെ കൂടെ ഉണ്ടാവണമെന്നില്ല. അതാണ് ലെവൽ 0 എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് വാർഡ് ലെവലിലേക്കുള്ള ട്രാൻസ്ഫർ ആണ്. വാർഡ് ലെവൽ ഓഫ് ഇൻ ഹോസ്പിറ്റൽ ആൻഡ് ആർ നോർമലി നോട്ട് നീഡഡ് ടു ബി അക്കമ്പനിഡ് ബൈ എനി സ്പെഷ്യലൈസ്ഡ് പേഴ്സൺ. അപ്പൊ വാർഡിൽ നിന്ന് മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് വിത്തിൻ ദ ഹോസ്പിറ്റലിൽ മാറ്റുന്ന ഫെസിലിറ്റീസിൽ എന്താണ് സ്പെഷ്യലൈസ്ഡ് ഒന്നും അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. അതാണ് ലെവൽ 0 എന്ന് പറയുന്നത്. മനസ്സിലായോ? ലെവൽ 0 എന്താണ്? ലെവൽ 0 എന്ന് പറയുന്നത് വാർഡിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുമ്പോൾ എന്താണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആരും തന്നെ കൂടെ ആവശ്യമില്ല പേഷ്യന്റിന്റെ കൂടെ കേട്ടോ. ഏതെങ്കിലും ഒരു സ്റ്റാഫ് മാത്രമേ കൂടെ ഉണ്ടായാൽ മതി. അതാണ് ലെവൽ 0 എന്ന് പറയുന്നത്. ലെവൽ 1 എന്തായിരിക്കാം? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദോസ് പേഷ്യൻസ് ഹു ആർ ആൻഡ് deteriorating condition in the course of transfer but can be managed in an acute ward setting by the support of critical care team. This usually should be accompanied by a paramedic UI trained staff, trained nurse. ലെവൽ 1 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ക്രിട്ടിക്കൽ കെയർ ടീം ഉണ്ടായിരിക്കണം. അതായത് ഡിറ്ററേഷൻ കണ്ടീഷൻ എന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ നില വഷളാകുന്ന സിറ്റുവേഷൻസ്. മെഡിക്കലി എന്താണ് ആള് ക്രിട്ടിക്കൽ ആവുന്ന ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന സമയത്ത് പേഷ്യന്റിനെ മാനേജ് ചെയ്യുന്നതിന് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ തന്നെയായിരിക്കണം കൂടെ ഉണ്ടാകുന്ന ഒരു ക്രിട്ടിക്കൽ കെയർ ടീം തന്നെ ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന് എന്താണ് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ കെയർ തന്നെ ടീം ഉണ്ടായിരിക്കണം. ആരൊക്കെയാണ് ഉണ്ടാവേണ്ടത്? യൂഷ്വലി ഷുഡ് ബി അക്കമ്പനിഡ് ബൈ എ പാരാമെഡിക് UA ട്രെയിൻഡ് നേഴ്സ്. അതായത് പാരാമെഡിക് UA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ക്രിട്ടിക്കൽ കെയർ ടീമില് കൂടുതൽ പരിചരണം ട്രെയിൻഡ് കിട്ടിയിട്ടുള്ള നഴ്സസിനെയാണ് പാരാമെഡിക് UA എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് ക്രിട്ടിക്കൽ കെയർ ഫെസിലിറ്റീസ് അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശീലനം ലഭിച്ചിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം ക്രിട്ടിക്കൽ കെയർ പേഷ്യൻസിനെ മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ക്രിട്ടിക്കൽ കെയർ ടീം തന്നെ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, എങ്ങനെയുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്? മാനേജ്ഡ് ഇൻ ആൻ അക്യൂട്ട് വാർഡ് സെറ്റിംഗ് ബൈ ദ സപ്പോർട്ട് ക്രിട്ടിക്കൽ കെയർ. ക്രിട്ടിക്കൽ ഇൽനെസ് ആയിട്ടുള്ള പേഷ്യൻസിന്, ഹൈ റിസ്ക് ഉള്ള പേഷ്യൻസിന് വേണ്ടിയിട്ട് എന്താണ് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനേഴ്സ് തന്നെ, സ്റ്റാഫുകൾ തന്നെ കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലായോ? ലെവൽ 1. ഓക്കെ, ലെവൽ 2 ഒന്ന് നോക്കിയേ. It consists of patients who are in need of observation or intervention for failure of single organ system. Underline cheya, single organ system, and have to be accompanied by trained and proficient personnel. Level 2 category എന്ന് പറയുന്നത് എങ്ങനെയുള്ള പേഷ്യൻസുകളാണ്? ഏതെങ്കിലും ഓർഗൻസ്
കംപ്ലൈന്റ് ആയിട്ടുള്ള ഫെയിലർ ആയിട്ടുള്ള ഏതൊക്കെ ഓർഗൻസ് ആയിരിക്കാം? ചിലപ്പോൾ കിഡ്നി ഫെയിലർ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കാം, ഹാർട്ട് ഫെയിലർ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കാം, അക്യൂട്ട് ലിവർ ഫെയിലർ ഉള്ള പേഷ്യൻസ് ആയിരിക്കാം. ഇത്തരത്തിൽ ഏതെങ്കിലും സിംഗിൾ ഓർഗൻസിന് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ച പേഷ്യൻസിനായിരിക്കാം എന്ത് ലെവൽ 2 പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം, പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം അവരെ അസിസ്റ്റ് ചെയ്യേണ്ടത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ലെവൽ 2 എന്ന് പറയുന്നത് എന്താണ്? failure of single organ system and have to be accompanied by trained and proficient personnel. ഏതെങ്കിലും ഓർഗൻസിന് ഫെയിലിയർ സംഭവിച്ച പേഴ്സൺസിനെ കൊണ്ടുപോകുമ്പോൾ പേഴ്സൺസ് പ്രൊഫഷണൽ ആയിട്ടുള്ള പേഴ്സൺസ് തന്നെ ആയിരിക്കണം കൂടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ലെവൽ 2 ക്ലിയർ ആണോ? ലെവൽ 2. ഓക്കെ, ലെവൽ 3 ഒന്ന് നോക്കിയേ. ലെവൽ 3 it consists of patients with the need of advanced respiratory care during the transport with the support of at least 2 failing organ system. Underline at least 2 failing organ system. These patients must be accompanied by a competent doctor along with a nurse and paramedic. ലെവൽ 3 കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? അഡ്വാൻസ് റെസ്പിറേറ്ററി കെയർ, അതായത് എന്തെങ്കിലും കാർഡിയാക് ആയിട്ട് എന്തെങ്കിലും ഓർഗൻസിൽ, അതായത് 1-2 ഓർഗൻസ് തകരാറായ പേഷ്യൻസ് അല്ലെ, ഫോയിലിംഗ് ഓർഗൻ സിസ്റ്റം, എന്തെങ്കിലും ഒന്നിൽ കൂടുതൽ അവയവങ്ങൾക്ക് തകരാറ് സംഭവിച്ച പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ കൂടെ ആരുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? കോമ്പിറ്റന്റ് ആയിട്ട് ഒരു ഡോക്ടർ ഉണ്ടായിരിക്കണം അല്ലെ, ഡോക്ടർ ഉണ്ടായിരിക്കണം, നേഴ്സും പാരാമെഡിക് സ്റ്റാഫുകളും ആയിരിക്കണം ഇത്തരത്തിലൊരു എന്താ ഒന്നോ അതിൽ കൂടുതൽ ഓർഗൻസിന് തകരാറ് സംഭവിച്ച പേഷ്യൻസിന്റെ കൂടെ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഒന്നുകൂടി പറയാം. ലെവൽ 1 എന്താണ്? അത് വാർഡിലേക്കുള്ള ട്രാൻസ്ഫർ ആയിരിക്കും. അവിടെ സ്പെഷ്യലിസ്റ്റുകളുടെ ആവശ്യം വരുന്നില്ല, ഏതെങ്കിലും നോർമൽ സ്റ്റാഫ് മാത്രം മതിയായിരിക്കും. ലെവൽ 1 എന്ന് പറയുന്നത് എന്താണ്? ലെവൽ 1 എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കെയർ ടീമിന്റെ ആവശ്യം വരാം അല്ലെ, അതായത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നതിന്, പേഷ്യൻസിന്റെ ക്രിട്ടിക്കൽ കണ്ടീഷൻ അനുസരിച്ച് പേഷ്യന്റിനെ മാനേജ് ചെയ്യുന്നതിന് പാരാമെഡിക്കില് UA ട്രെയിൻഡ് നേഴ്സ് ഉണ്ടായിരിക്കണം. കുറച്ചുകൂടി നല്ല രീതിയിൽ പരിശീലനം ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സ് ആയിരിക്കണം. ക്രിട്ടിക്കൽ കെയർ മാനേജ് ചെയ്യുന്നതിനുള്ള ക്വാളിഫിക്കേഷൻ ലഭിച്ച നേഴ്സ് ആയിരിക്കണം, ട്രെയിൻഡ് നേഴ്സ് ആയിരിക്കണം അവിടെ കൂടെ ഉണ്ടാകേണ്ടത്. ഒരു ക്രിട്ടിക്കൽ കെയർ ടീം തന്നെ ലെവൽ 1 പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. ലെവൽ 2 എന്ന് പറഞ്ഞ എന്താണ്? ഏതെങ്കിലും ഓർഗൻസിന് ഫെയിലിയർ സംഭവിക്കുമ്പോൾ, അതായത് കിഡ്നി ഫെയിലിയറോ ഹാർട്ട് ഫെയിലിയറോ ലിവർ ഫെയിലിയർ ഉണ്ടായ പേഷ്യൻസിനെ കൂടെ ആരുണ്ടായിരിക്കണം? ട്രെയിൻഡ് ആൻഡ് പ്രൊഫഷണൽ പേഴ്സൺ ഉണ്ടായിരിക്കും, ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം കൂടെ ഉണ്ടായിരിക്കുന്നത്. ലെവൽ 3 എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 falling organ system. These patients must be accompanied by a competent doctor along with a nurse and a paramedic. ഒന്നോ അതിൽ കൂടുതൽ ഓർഗൻസിന് തകരാറ് സംഭവിച്ച പേഷ്യൻസിന്റെ കൂടെ ഡോക്ടറും പാരാമെഡിക്കും നഴ്സും സ്റ്റാഫും കൂടെ ഉണ്ടായിരിക്കണം. അതാണ് ലെവൽ 3 എന്ന് പറയുന്നത്. accompanying the patients ക്ലിയർ ആണോ? 4 ലെവലും ക്ലിയർ ആണോ? ലെവൽ 0, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ക്ലിയർ ആണോ? ഓക്കെ, യെസ്, മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, വേറെ സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, എടുക്കുന്നത് ഭാഗം വായിക്കണം കേട്ടോ, വായിക്കാതെ പോകരുതേ. ഇന്ന് രാത്രിക്കുള്ളിലേക്ക് വായിച്ചു പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, ബൈ, താങ്ക് യു.